നമുക്ക് സമന്തയുടെ ഒരു പുതിയ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതൊന്ന് റിയാക്ഷൻ ചെയ്യാം. മാ ഇൻഡി ബംഗാരം എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ അതൊന്ന് റിയാക്ഷൻ ചെയ്യാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സമന്തയുടെ പുതിയൊരു മൂവിയുണ്ട്, മാ ഇൻഡി ബംഗാരം എന്ന് പറയുന്ന ആ മൂവിയുടെ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. ഇന്നലെയാണ് റിലീസായത്, ഇന്നലെ രാത്രി അങ്ങനെ എന്തോ. അപ്പം അതിൻ്റെ ഒന്ന് റിയാക്ഷൻ വീഡിയോ നമുക്കൊന്ന് ചെയ്യാം. പുതിയ ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭയങ്കര മാസ് കാര്യങ്ങളായിരുന്നു. ഇത് കുറേ നാളായി ഇതിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിയപ്പോൾ അത് നല്ലൊരു അഭിപ്രായം നേടിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ട്രെയിലറും കൂടെ ഒന്ന് റിയാക്ഷൻ ചെയ്തിട്ടൊന്ന് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു മൂവി ആവാനാണ് ചാൻസ്. നല്ല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. 20 മണിക്കൂറിൽ തന്നെ 2.6 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്തായാലും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. തെലുങ്കാണ്. ആഡ്. E aí, o que você vai fazer esse domingo? Nada? Então vem pra igreja com a gente. വീഡിയോ വരാൻ പോവാണ്. തുടങ്ങി. నిన్ను చూసినట్టున్నదే. నీ పేరేమే? నీదే ఊరు? నేనెవరో నీకు తెలుసా? అసలు నేనెవరో నీకు తెలుసా? 2 ఏళ్ల నుంచి ఇంట్లో వాళ్ళు పిలుస్తారేమో అని పాపమైన ఎంత ఎదురు చూసారో తెలుసా? ఏదో దొంగను పట్టుకొని అడిగినారు క్వశ్చన్లు. മനസ്സിലാവണോണ്ട് പിന്നെ എല്ലാം മനസ്സിലായി. പിന്നെ സബ്ടൈറ്റിലുണ്ട്. నాకు కాదు, എനിക്കല്ല. తులసికి. ఇది సమ్మర్ ആണ് കേട്ടോ. అనసూయ మా చిన్న కోడలు, మా ఇంటి బంగారం. తనతో నీ కాంపిటీషన్ వద్దు తల్లి. ఒక కోడలికి ఎన్ని లక్షణాలు ఉండాలి? ఉత్తమ మహిళలాగా ఫ్యామిలీ ఎంటర్టైనర్ എന്നാണ് പറയുന്നത്. సౌమ్యంగా ఉండాలి, పద్ధతిగా ఉండాలి, వంట చేయాలి, పాట పాడాలి. కానీ నాకు ఇదేమీ రావే. ఒక్కటైతే బీజం పొളിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല. అడ్డు పెట్టైనా నా ఫ్యామిలీకి ఏం కాకుండా చూసుకుంటా. లెట్స్ కమ్ ఆన్. ഓ ഫൈറ്റ്. ഓ ജൂൺ 19 കേട്ടോ. హీరో అయినా హౌస్ వైఫ్ డైలాగ్ కరెక్ట్ గా పడిందంటే ఎవడైనా బెదరాల్సిందే. ഓനെ ഓ ഒരു രക്ഷ. ഓനെ മാ ഇൻഡി ബംഗാരം ഇൻസ്റ്റഗ്രാമിലെ എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഓ മോനെ మనమేందో మనకి తెలుసు, కానీ ప్రపంచానికి ఏం కావాలో అదే చూపిస్తాం. మరి పాత లైఫ్ గురించి మీ ఫ్యామిలీకి చెప్పే ఉంటావు కదా? చెప్పావు కదా? ఒక్కొక్కరిని కొడతాను చూడు, ప్రేమతో అబ్బా. ఓ മോനെ చట్నీ. damn it. മോനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു വമ്പൻ ഹിറ്റാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ബിക്കോസ് ഇത് അത്ര അടിപൊളി പടമാണ്. അതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളും ഫാമിലിയും കാര്യങ്ങളും ഏതോ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വില്ലനും അതിനെ പറ്റിയുള്ള ഒരു കഥയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പൊളിച്ചിട്ടുണ്ട് സംഭവം. എന്തായാലും വളനായിട്ട് കൊള്ളാം.
അതിനൊന്നും നമുക്ക് ഒന്നും പറയാനൊന്നുമില്ല. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രാജ് നിതിമോറു എന്ന് പറഞ്ഞ ആളും ഡയറക്റ്റഡ് ബൈ BV നന്ദിനി റെഡ്ഡി. പിന്നെ തന്നെയാണ് ഇത് ഇതാക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ തലാല മൂവീസ് പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഒരു വമ്പ പടമാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ സിനിമറ്റോഗ്രാഫിയൊക്കെ പക്കയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്. ഇനി ബാക്കി തെലുങ്കായാണ് നമുക്കിനി സിനിമ കണ്ടാലേ നമുക്ക് അതിൻ്റേതായ രീതിയിൽ പറയാൻ പറ്റും. കാരണം ഇത് കണ്ടിട്ട് മാത്രം നമുക്ക് അഭിപ്രായം പറയാൻ പറ്റൂല. ട്രെയിലറെല്ലാം മികച്ചതായിരിക്കും, സിനിമ വരുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഇപ്പം മ്യൂസിക് സന്തോഷ് നാരായണനാണ്, അത് തകർത്തിട്ടുണ്ട്. BGM അത് അറിയിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ബാക്കി ഇനിയിപ്പോൾ വീഡിയോ വന്ന് കണ്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് സിനിമ ജൂൺ 19 സിനിമ റിലീസ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് ജൂൺ 19 തന്നെയാണ്. അപ്പം ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്ന രാജ് നിതിമോറു ആണ് റിട്ടേണും ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നന്ദിനി റെഡ്ഡിയാണ്. അപ്പം എന്തായാലും ഒരു സംഭവം ഇருக்கு എന്ന് തോന്നുന്നുണ്ട്. നല്ല മാസ് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സമന്ത, അതിൽ പറയാതിരിക്കാൻ വയ്യ. പിന്നെ നല്ല മെലിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി. അത് പിന്നെ അസുഖം കാര്യങ്ങളും ഉണ്ടല്ലോ, അത് വേറെ അതിൻ്റെയും പ്രശ്നങ്ങളും അതെല്ലാം തരണം ചെയ്തില്ലേ പോകുന്നത്. അങ്ങനെ എന്തായാലും പൊളിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നല്ല പടമാവട്ടെ. നിങ്ങളെ ട്രെയിലർ കണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.